കാമുകനുമായി ചേർന്ന് ആരുമറിയാതെ ഭർത്താവിനെ കൊലപ്പെടുത്തിയ സോഫിയ വിഷാദ രോഗത്തിനടിമയായി. പലപ്പോഴും അസാധാരണ രീതിയിൽ പെരുമാറുന്ന സോഫിയ ഇപ്പോൾ ജയിലിലെ മനോരോഗ വിദഗ്ധന്റെ ചികിത്സയിലാണ്. സെല്ലിലിരുന്ന് കരയുകയും പിച്ചുമ്പയും പറയുകയും ചെയ്യുന്ന സോഫിയ പതിയെ വിഷാദ രോഗത്തിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അവരെ അടുത്തിടെ സന്ദർശിച്ച ജീവകാരുണ്യ പ്രവർത്തകൻ പറയുന്നു. എന്നാൽ അരുണിന്റെ അവസ്ഥയെക്കുറിച്ച് കാര്യമായ അറിവില്ല. 2015 ഒക്ടോബർ 14 രാവിലെയായിരുന്നു പുനലൂർ സ്വദേശിയും UAE എക്സ്ചേഞ്ച് ജീവനക്കാരനുമായിരുന്ന സാം എബ്രഹാമിനെ മെൽബണിലെ എപ്പിങ്ങിലുള്ള വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹൃദയാഘാതം മൂലമുള്ള മരണമെന്നാണ് എല്ലാവരും കരുതിയത്. ഭാര്യ സോഫിയയ്ക്കും 6 വയസ്സുള്ള മകനുമൊപ്പം ഉറങ്ങിക്കിടന്ന സാമിനെ രാവിലെ മരിച്ച നിലയിൽ കാണുകയായിരുന്നുവെന്നാണ് സോഫിയ പോലീസിനെ അറിയിച്ചത്. ഹൃദയാഘാതം മൂലമാണ് മരണമെന്നായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ സയനൈഡ് ഉള്ളിൽ ചെന്നാണ് മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായതോടെ മാസങ്ങൾ നീണ്ട രഹസ്യാന്വേഷണത്തിനിടയിലാണ് പോലീസ് സോഫിയയെയും അരുണിനെയും അറസ്റ്റ് ചെയ്തത്. മെൽബണിലെ നിയമപരമായ നടപടിക്രമങ്ങൾക്ക് ശേഷം സാമിന്റെ മൃതദേഹം സ്വദേശമായ കൊല്ലം പുനലൂരിൽ കൊണ്ടുപോയി അന്ത്യകർമ്മങ്ങൾ നടത്തുകയും ചെയ്തു. സാമിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് ഇതൊരു കൊലപാതകമാണെന്ന് സംശയം തോന്നിയ വിക്ടോറിയ പോലീസ് രഹസ്യമായി അന്വേഷണം നടത്തിയതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. സാം എബ്രഹാം കൊല്ലപ്പെട്ട ഏതാനും ദിവസങ്ങൾക്കു ശേഷമാണ് ഓസ്ട്രേലിയൻ പോലീസിന് അജ്ഞാത ഫോൺ സന്ദേശം ലഭിക്കുന്നത്. സോഫിയയുടെ ചേരികൾ നിരീക്ഷിച്ചാൽ കൊലയ്ക്ക് ഉത്തരം കണ്ടെത്താമായിരുന്നു സന്ദേശം. ഭർത്താവ് മരിച്ച ദിവസങ്ങൾ കഴിയും മുൻപേ സോഫിയയുടെ കാമുകനുമൊത്തുള്ള കറക്കവും മറ്റും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. ഭർത്താവ് മരിച്ച ഒരു യുവതിയുടെ ശരീരഭാഷയും മാനസിക ഭാഷയുമായിരുന്നില്ല സോഫിയയിൽ കണ്ടത്. ഈ സാഹചര്യത്തിലായിരുന്നു അജ്ഞാത യുവതിയുടെ ഫോൺ സംഭാഷണം എത്തിയത്. ഭർത്താവിനെ കൊലപ്പെടുത്തിയ ശേഷം സുഖജീവിതം നയിക്കാമെന്ന സോഫിയയുടെയും കാമുകൻ അരുൺ കമലാസനന്റെയും പദ്ധതി അതോടെ തകരുകയായിരുന്നു. ഓസ്ട്രേലിയയിലേക്ക് ഭർത്താവിനെയും പിന്നാലെ കാമുകനെയും കൊണ്ടുവന്നത് തടവ് ശിക്ഷ ലഭിച്ച വിവാദ നായിക സോഫിയ തന്നെയായിരുന്നു. പ്രണയത്തെ തുടർന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കി സാമുമായി വിവാഹം കഴിച്ച സോഫിയ ദാമ്പത്യം തുടരുന്നതിനിടയിൽ തന്നെ പഠനകാലത്തെ പഴയ പ്രണയത്തിലെ നായകനെയും വിടാൻ തയ്യാറായില്ല. ഒടുവിൽ ഇരുവരെയും വിദേശത്തെത്തിച്ച് പ്രശ്നം തീർത്തു. മാർച്ച് 23 സാമുമായി സോഫിയയുടെ വിവാഹം നടന്നത്. വിവാഹം കഴിച്ചില്ലെങ്കിൽ ജീവനൊടുക്കുമെന്ന് സോഫിയ പറഞ്ഞതോടെയായിരുന്നു വിവാഹം. വിവാഹത്തിന് മുൻപ് മെൽബണിലായിരുന്ന സോഫിയ സാമിനെ അവിടേക്ക് കൊണ്ടുപോവുകയായിരുന്നു. മെൽബണിലെ UAE എക്സ്ചേഞ്ചിൽ മാനേജറായി ജോലിക്ക് കയറിയ സാമിനൊപ്പം പലതവണ സോഫിയ നാട്ടിൽ വരികയും വീട്ടുകാരുമായി അടുപ്പത്തിൽ ഇടപെടുകയും ചെയ്തു. ഇതിനിടയിലാണ് സോഫിയയുടെ കോട്ടയത്തെ പഠനകാലം മുതൽ കാമുകനായിരുന്ന അരുണുമായുള്ള സ്നേഹബന്ധം പൊടി തട്ടിയെടുത്തതും. അരുണിനെ മെൽബണിൽ കൊണ്ടുപോയതും സോഫിയായിരുന്നു. 2015 ഒക്ടോബറിലായിരുന്നു സാമിനെ എപ്പിങ്ങിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടത്. മരണവിവരം സോഫിയയാണ് വിളിച്ചു പറഞ്ഞത്. ഹൃദയാഘാതമായിരുന്നു മരണകാരണമെന്നാണ് പറഞ്ഞത്. 10 ദിവസം കഴിഞ്ഞ് മൃതദേഹത്തോടൊപ്പം സോഫിയയും നാട്ടിലെത്തി. ഒരാഴ്ച കഴിഞ്ഞ് സോഫിയയും മകനും തിരികെ മെൽബണിലേക്ക് പോയി. സാമിന്റെ മരണശേഷം രഹസ്യമായി നിരീക്ഷിച്ച ഓസ്ട്രേലിയൻ പോലീസാണ് സോഫിയയെയും കാമുകൻ അരുണിനെയും പിടികൂടിയത്. 35-കാരനായ സാമിനെ സോഫിയയും അരുണും ചേർന്ന് ഓറഞ്ച് ജ്യൂസിൽ സയനൈഡ് ചേർത്ത് നൽകി കൊലപ്പെടുത്തുകയായിരുന്നു. സാമിനെ വിദഗ്ധമായി സോഫിയ കൊലപ്പെടുത്തിയതിന് വ്യക്തമായ തെളിവുകൾ കിട്ടിയതിനു പിന്നാലെ സോഫിയ അറസ്റ്റിലാകുകയും ചെയ്തു. ഇരുവരും ചേർന്നാണ് കൊല നടത്തിയതെന്നും കൃത്യമായി നിർണ്ണയിക്കുന്ന സോഫിയയുടെ ചില ഡയറി കുറിപ്പുകൾ ഓസ്ട്രേലിയൻ പോലീസ് പുറത്തുവിട്ടിരുന്നു. നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണെന്നും എനിക്ക് നിന്റേതാകണമെന്നും നിന്റെ കൈകളിൽ ഉറങ്ങണമെന്നും സോഫിയ 2013 ഫെബ്രുവരിയിൽ കുറിച്ചിരുന്നു. മാർച്ചിൽ കുറിച്ചിരിക്കുന്നത് ഞാൻ ഇത്രയും ക്രൂരയും കൗശലക്കാരിയുമാകാൻ കാരണം നീയാണെന്ന് കാമുകൻ അരുണിനെ ലക്ഷ്യമാക്കി പറയുന്നുണ്ട്. നീയാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചതെന്നും എന്നെ ഇത്ര ചീത്തയാക്കിയതെന്നും അതിൽ വ്യക്തമാകുന്നു. ഏപ്രിലിലെ കുറിപ്പിൽ നിന്റേതാകുകയാണ് എന്റെ ലക്ഷ്യമെന്നും നമ്മൾ ചെയ്യാൻ പോകുന്നതിന് നല്ല പ്ലാനിംഗ് വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. മരിക്കും മുമ്പ് ലീവിന് നാട്ടിലെത്തിയപ്പോൾ താൻ മരണപ്പെട്ടേക്കുമെന്നതിന്റെ സൂചന സാം വീട്ടുകാർക്കും ബന്ധുക്കൾക്കും നൽകിയിരുന്നു. അരുണിന് സോഫിയയെ കൂടാതെ മറ്റൊരു കാമുകിയും ഉണ്ടായിരുന്നു. വിദേശ മലയാളിയായ ഈ യുവതിയെ വിവാഹം കഴിക്കാമെന്ന് അരുൺ വാഗ്ദാനം നൽകിയിരുന്നു. പിന്നീട് ചതിക്കപ്പെടുകയാണെന്ന് മനസ്സിലാക്കിയ യുവതി സാമിന്റെ കൊലപാതകികളെ പറ്റി ഓസ്ട്രേലിയൻ പോലീസിന് വിവരം നൽകി. സോഫിയ ഇക്കാര്യം അറിഞ്ഞത് ചോദ്യം ചെയ്യലിനിടെയായിരുന്നു. ഇതോടെ തകർന്നുപോയ സോഫിയ അരുണിനെതിരെ മൊഴി നൽകുകയായിരുന്നു. കേസിൽ സോഫിയയെയും കാമുകനെയും കുരുക്കാൻ പോലീസ് സ്വീകരിച്ചത് കൊലയാളികൾ നടത്തിയതിനേക്കാൾ ആസൂത്രിതമായ നീക്കങ്ങളായിരുന്നു. ഇടയ്ക്ക് മരണത്തെക്കുറിച്ചറിയാൻ സോഫിയയെ പോലീസ് വിളിച്ചു വരുത്തിയിരുന്നു. അന്ന് മരണത്തിൽ യാതൊരു സംശയവുമില്ലാത്ത പോലെയായിരുന്നു ഇവരോട് ഇടപെട്ടത്. മരണത്തിൽ കാര്യമായ അന്വേഷണം നടത്തുന്ന കാര്യം സോഫിയയോട് പറഞ്ഞതുമില്ല. ഇതിനിടെ സാമുമൊത്ത് താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് സോഫിയ മാറിയതായി പോലീസിന് വിവരം ലഭിച്ചു. മുൻപ് താമസിച്ചിടത്തു നിന്നും മാറി അരുണിനൊപ്പം സോഫിയയെ കണ്ടതോടെ പോലീസിന്റെ സംശയം ബലപ്പെട്ടു. ഇതോടെ സോഫിയയ്ക്ക് മേൽ നിരീക്ഷണം വർദ്ധിപ്പിച്ചു. സോഫിയയും അരുണും തമ്മിലുള്ള ഫോൺ സന്ദേശങ്ങൾ പരിശോധിച്ചതോടെ പോലീസിന് കാര്യങ്ങൾ എളുപ്പമായി. സാമിന്റെ പേരിൽ ബാങ്കിലുണ്ടായിരുന്ന പണം ഇതിനിടെ പിൻവലിക്കുകയും ചെയ്തിരുന്നു.
സാം സോഫി ബന്ധത്തിന്റെ ഇഴയെടുപ്പും അറിയാൻ ഓസ്ട്രേലിയൻ പോലീസ് സാമിന്റെ ബന്ധുക്കളുമായി ബന്ധപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ അവധിക്കാലത്ത് സാം നാട്ടിലെത്തിയപ്പോൾ സോഫിയയുടെ വഴിവിട്ട പോക്കിനെ കുറിച്ച് അടുത്ത ബന്ധുക്കൾക്ക് സൂചന നൽകിയിരുന്നു. താൻ കൊല്ലപ്പെട്ടേക്കാമെന്ന് സാം പറഞ്ഞ കാര്യം ബന്ധുക്കൾ പോലീസിനെ ധരിപ്പിച്ചതോടെ കാര്യങ്ങൾ പിന്നീട് എളുപ്പമായി. ഓറഞ്ച് ജ്യൂസിൽ സയനൈഡ് ചേർത്ത് നൽകിയായിരുന്നു സാമിനെ കൊലപ്പെടുത്തിയതെന്നും തെളിഞ്ഞു. കൊല നടത്തിയ അരുൺ കമലാസന് 27 വർഷവും കഠിന തടവും സോഫിയയ്ക്ക് 22 വർഷം തടവുമാണ് കോടതി വിധിച്ചത്. 18 വർഷം കഴിയാതെ സോഫിയയ്ക്ക് പരോൾ പോലും ലഭിക്കില്ല. ഓസ്ട്രേലിയൻ ജയിലിൽ കഴിയുന്ന സോഫിയയെ കാണാൻ ഇപ്പോൾ ബന്ധുക്കൾ പോലും എത്താറില്ല. അരുണിന്റെ അവസ്ഥയും വ്യത്യസ്തമല്ല. ഭാര്യ ബന്ധം വേർപെടുത്തിപ്പോയി. ജയിലിൽ ഒറ്റപ്പെട്ട ജീവിതമാണ് ഇയാളും നയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.